ചെന്നൈ നഗരത്തിലെ ചില മേൽപ്പാലങ്ങളുടെ കാഴ്ചകൾ കാണാം. നല്ല രസമുള്ള കാഴ്ചകളാണ് എല്ലാം. ചെന്നൈ റിപ്പോർട്ടർ മനീഷ് മൂർത്തിയാണ് ഈ റൈഡിംഗ് സീറ്റിൽ. അപ്പോൾ യാത്ര കണ്ടുവരാം. വണക്കം. ഇന്ന് നമുക്ക് ചെന്നൈയിലെ മേൽപ്പാലങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ നമ്മുടെ എല്ലാ നഗരങ്ങളിലും മേൽപ്പാലങ്ങളുണ്ട്. ഈ ഗതാഗത സംവിധാനങ്ങളുടെ ഭാഗമായി ഗതാഗത കുരുക്കൊഴിവാക്കാനൊക്കെ എല്ലായിടങ്ങളിലും ഉണ്ട്. പക്ഷേ ചെന്നൈയിലെ മേൽപ്പാലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ മേൽപ്പാലങ്ങൾക്കും ഇല്ല, ചില മേൽപ്പാലങ്ങൾക്ക്. ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ടി നഗറിലുള്ള ഒരു മേൽപ്പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മേൽപ്പാലങ്ങൾക്കടിയിലുള്ള കാഴ്ച ഈ രീതിയിൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചെന്നൈ നഗരത്തിൻ്റെ ഭൂരിഭാഗം മേൽപ്പാലങ്ങൾക്ക് അടിയിലും നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതവൽക്കരണം, അതായത് ചെന്നൈ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ അല്ലെങ്കിൽ ചില പ്രവർത്തികളൊക്കെയാണ് ഇത്. എന്തായാലും നമുക്ക് അടുത്ത മേൽപ്പാലത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ മേൽപ്പാലത്തിലുള്ള ഈ ചെടികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റു പല കാഴ്ചകൾ കൂടിയുണ്ട്. അതുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. ചെന്നൈ കോർപ്പറേഷന്റെ ശിങ്കാര ചെന്നൈ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് ചെന്നൈ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനായിട്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്ത പദ്ധതികളിൽ ഒന്നാണ് ഈ മേൽപ്പാലങ്ങൾക്ക് അടിയിലുള്ള സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ, അത് പുറത്തുനിന്നും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള കലാകാരന്മാരൊക്കെയാണ് ആ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. അങ്ങനെ ചെന്നൈ നഗരം പൂർണ്ണമായും തന്നെ നല്ല രസമുള്ള ഒരു നഗരമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശിങ്കാര ചെന്നൈ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെടികൾ നനയ്ക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം കൂടി ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കാണാൻ കഴിയും ചെറിയ നോസിലുകൾ നമുക്കിവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതിലേക്കുള്ള വെള്ളം എന്ന് പറയുന്നത് ഡ്രെയിനേജ് വെള്ളം, അതായത് ചെന്നൈയിലെ അഴുക്ക് ചാലുകളിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഈ പാലത്തിനടിയിലുള്ള ഈ ചെടികൾക്ക് വെള്ളം എത്തിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രെയിനേജ് പ്രോസസ് അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ പരിപാടി കൂടി, വെള്ളത്തിനെ മലിന ജലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യം കൂടി ഈ ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ ചെടികൾ നനയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു മലിനജലം ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച്. ആ സംവിധാനമാണ് ഇത്. ഇതിങ്ങനെ മലിനജലം ശേഖരിച്ച് ശുദ്ധീകരിച്ചിട്ടാണ് ഈ രീതിയിൽ ജലസേചന സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പാലങ്ങൾക്കടിയിലും, അതായത് ഈ രീതിയിൽ ചെടികൾ വെച്ചിട്ടുള്ള ചെന്നൈ നഗരത്തിലെ ഓരോ പാലത്തിനടിയിലും ഇത്തരത്തിലുള്ള ചെറിയ ജലശുദ്ധീകരണ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിലൂടെയാണ് ഈ ചെടികൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നതും അതുപോലെ ഇത്ര ഭംഗിയായി തന്നെ നിലനിർത്താൻ സാധിക്കുന്നതും ഈ ഒരു സംവിധാനം ഉപയോഗിച്ചാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചെന്നൈയിലെ മേൽപ്പാലങ്ങൾ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും പറയും. വണക്കം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24.